എല്ലാവർക്കും സുഖല്ലേ? അതെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്തിനെ കുറിച്ച് ഷെയർ ചെയ്യാനാണെന്നറിയോ? നമ്മളുടെ ദേഷ്യമില്ലേ, ദേഷ്യം എങ്ങനെയാണ് അതിനെ നമ്മൾ മാനേജ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ദേഷ്യം ഉണ്ടാവാറുണ്ട്, ഇല്ലേ? പലർക്കും പല രീതിയിലാണ് ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഈ ദേഷ്യം പ്രകടിപ്പിച്ചിട്ട് വല്ല ബെനിഫിറ്റും ഉണ്ടോ? അതൊട്ട് ഇല്ലതാണ്. പിന്നെ എന്തിനാ നമ്മൾ ദേഷ്യം പിടിക്കുന്നത്? അപ്പോഴേ ഈ ദേഷ്യം വരുന്ന സമയത്ത് നമ്മളുടെ ഉള്ളില് അഡ്രിനാലിൻ, കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാപ്പി ഹോർമോൺ അവിടെ ഒരു സ്ഥാനവും ഇല്ലാണ്ടാകും. ഒന്ന് ചിന്തിച്ചു നോക്കണേ. നമുക്ക് ദേഷ്യം വരുന്നത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പലപ്പോഴും പലതും പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ, എക്സ്പെക്ട് ചെയ്യുന്നോണ്ടല്ലേ. മറ്റുള്ളവരുടെ കെയർ നമുക്ക് കിട്ടാതെ വരുമ്പോൾ, ഇല്ലേ, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമുക്ക് സ്നേഹം കിട്ടാതെ വരുമ്പോൾ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാതെ വരുമ്പോഴൊക്കെ നമുക്ക് ദേഷ്യവും സങ്കടം ഒക്കെ വരാറുണ്ട്, അല്ലെ? പൊതുവെ സ്ത്രീകൾ ദേഷ്യം വന്നാൽ എന്താ ചെയ്യാ? ഓ, ഞാനൊക്കെ ആയിരുന്നെങ്കിൽ പണ്ട് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന എന്താണോ മൊബൈൽ, എന്തോരം മൊബൈൽ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ടെന്ന് അറിയോ? പോട്ടെ, ഇപ്പൊ അതൊന്നുമില്ല കേട്ടോ. പലരും പല രീതിയിലാണ് ദേഷ്യം പ്രകടിപ്പിക്കുന്നത്, അല്ലെ? സ്ത്രീകളാണെങ്കിൽ കിച്ചണിലെ സൗണ്ട് കേട്ടാൽ അറിയാം, ആ, അമ്മയ്ക്ക് അല്ലെ വൈഫിന് എന്തോ ദേഷ്യം വന്നിട്ടുണ്ടെന്ന്. പുരുഷന്മാരാണെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാല് അവര് ഉടനെ തന്നെ ഒരിടത്ത് മുഖം കറുപ്പിച്ച് നിൽക്കുമായിരിക്കും. സ്ത്രീകൾക്ക് മുഖം കറുപ്പിക്കുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അവര് ദേഷ്യം വന്ന് പുറത്തേക്ക് പോവായിരിക്കും. ഇനി കുട്ടികളാണെങ്കിൽ അവര് ദേഷ്യം വന്ന് അല്ലെ സങ്കടം വന്ന് ഉടനെ ബെഡിലേക്ക് അങ്ങോട്ട് കിടന്നിട്ടുണ്ടാവും, ഫുഡ് കഴിക്കില്ല. അത് കൂടെ വല്ലാത്ത പ്രശ്നമായിരിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ദേഷ്യം വന്നിട്ട് നമ്മൾ എന്താണ് നേടിയിട്ടുള്ളത്? നമ്മൾ വിചാരിച്ച കാര്യത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടാവില്ല. കാരണം ദേഷ്യം വന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ എന്തിനു ദേഷ്യം പിടിക്കണം എന്നുള്ളതാണ്, അല്ലെ? എന്നാലും നമ്മൾ ദേഷ്യപ്പെട്ടു പോകും. "ഹോ, എന്റെ ഈ ഒരു ദേഷ്യത്തെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായേനെ." യെസ്, ആ പരിഹാരമാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ദേഷ്യത്തെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കും. ദേഷ്യം വരുന്ന സമയത്ത് മുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്റെ അടുത്ത് പോലും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ബ്രീത്തിങ് ചെയ്യാന്നുള്ളതാണ്, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാന്നുള്ളതാണ്. ഇനി അതല്ല എങ്കിൽ ദേഷ്യം വന്ന കാര്യത്തെക്കുറിച്ച് നമ്മളൊരു പേപ്പറും പേൻ എടുത്തിട്ട് എഴുതുകയെന്നാണ്. ഇത് രണ്ടും ദേഷ്യം വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ആവണമെന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ദേഷ്യം വരുന്ന സമയത്ത് അത് എവിടെ നിന്നാണ് എങ്കിലും നമുക്ക് ആ സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നമ്മൾ നിൽക്കരുത്, അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, നമ്മുടെ കയ്യിൽ എല്ലാവരുടെ അടുത്തും മൊബൈൽ ഉണ്ടാവും. അപ്പൊ ഈ മൊബൈൽ എടുക്കുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ബെറ്റർ. കുറച്ചു നേരം അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മുടെ ദേഷ്യം മാറും. ബട്ട് ഈ ഇഷ്ടപ്പെട്ട വ്യക്തിയോട് തന്നെയാണ് നമുക്ക് ദേഷ്യം വരുന്നെങ്കിൽ അതോടെ പ്രാക്ടിക്കൽ ആവില്ല. അങ്ങനെയാകുമ്പോൾ മൊബൈൽ എടുക്കുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കോമഡി, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫോട്ടോസ്, നമ്മൾ പോയ എന്തെങ്കിലും കാര്യങ്ങള്, ഇനി എന്റെ വല്ല സോങ്സ്, ഇതൊക്കെ നമുക്ക് കേട്ടൂടെ? അതൊക്കെ കേട്ട് നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആയി വരുന്ന സമയത്തും ഇനി ബാക്കി ദേഷ്യം കെടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഞാനൊക്കെ ചെയ്യാറുള്ള ഒരു കാര്യമാണ്, എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്ത് ചെയ്യും? ജസ്റ്റ് ഞാനൊന്ന് സ്വന്തം ഡ്രൈവ് ചെയ്ത് പോവില്ല, ബസ്സിലോ ട്രെയിനിലോ ഒക്കെ ഒരു യാത്ര. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തിട്ട് ഒരു 10 കിലോമീറ്റർ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ദേഷ്യം എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്സ് അവിടെ ഇല്ലാണ്ടാവും. എന്തുകൊണ്ടാണെന്നറിയാം? നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കാണുകയാണ്. നമ്മളെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട്, അല്ലെ? അവരൊക്കെ തിരക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകുന്നുണ്ടാവാം. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട പ്രകൃതിയെ നമ്മൾ കാണുന്നു, പല തരത്തിലുള്ള നിറങ്ങൾ നമ്മൾ കാണുന്നു. ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ ഉള്ളില് ദേഷ്യം ഒരു അഡ്രിനാലിനും കോർട്ടിസോളും കുറഞ്ഞു വരികയും പകരം ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനും തുടങ്ങും. സോ നമ്മുടെ ആ ഒരു ഫീലിങ്സ് അവിടെ ഇല്ലാണ്ടാവുകയാണ്. അങ്ങനെ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരിടത്ത് ഇരുന്നിട്ട് അപ്പൊ നമുക്ക് ചിന്തിക്കാം, എന്തിനാണ് ഞാൻ ദേഷ്യപ്പെട്ടത്? ഞാൻ ദേഷ്യപ്പെട്ടിട്ട് വല്ല ബെനിഫിറ്റും ഉണ്ടായിട്ടുണ്ടോ? എനിക്കോ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കോ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ദേഷ്യം കൊണ്ട് ഒരാളെയും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല, സ്നേഹം കൊണ്ട് മാത്രമേ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ, അല്ലെ? എന്റെ നല്ല പ്രവൃത്തികൾ, നല്ല വാക്കുകൾ കൊണ്ട് മാത്രമേ എനിക്ക് മറ്റുള്ളവരിൽ ഒരു മാറ്റം ഉണ്ടാക്കാനും എന്നിൽ ഒരു മാറ്റം ഉണ്ടാക്കാനും കഴിയുള്ളൂ. സോ ഞാൻ അതാണ് ചെയ്യേണ്ടത്. അപ്പം ഇനി മുതൽ അത്തരത്തിലുള്ള ദേഷ്യം എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്സ് എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ മാനേജ് ചെയ്യും. അപ്പൊ അത് മാനേജ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എൻ്റെ ഉള്ളിൽ ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എനിക്ക് ദേഷ്യപ്പെട്ട് പലതും നശിപ്പിക്കേണ്ടി വരില്ല, പലരോട് മോശമായിട്ട് പറയേണ്ടി വരില്ല. ഇതിന് ഞാൻ മറ്റുള്ളവരുടെ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ മറ്റൊരാളുടെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടണമെന്ന് ഇന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിച്ചില്ല എങ്കിൽ നമുക്ക് സങ്കടവും ദേഷ്യവും ഒന്നും ഉണ്ടാവില്ലെന്നേ. സോ ഹാപ്പി.